Kadala Parippu Prathaman recipe ആണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യം തന്നെ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. 200 ഗ്രാമിന് കുറച്ച് കൂടുതലുണ്ടാവും. നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു ചട്ടിയിലോട്ടിട്ട് 2-3 മിനിറ്റ് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതൊരു പ്രഷർ കുക്കറിലോട്ടിട്ട് 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിലോട്ട് മാറ്റിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഭയങ്കര അങ്ങ് പേസ്റ്റ് ഒന്നും ആവണം നിർബന്ധമില്ല. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ശർക്കര ഒരുക്കണം. ഇതിപ്പോൾ ഒരു വലിയ ഉണ്ട ശർക്കരയാണ്. ഏകദേശം 250 ഗ്രാം വരും. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. ഇനി ഒരു ഉരുളി വെച്ച് ചൂടാകുമ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അരച്ചു വെച്ച കടലപ്പരിപ്പ് ചേർത്ത് 3-4 മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലോട്ട് ഇനി ഉരുക്കി വെച്ച ശർക്കര ചേർക്കണം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് കുറുക്കി കിട്ടാനായിട്ട് 7-8 മിനിറ്റ് എടുക്കും. ഇനി തേങ്ങയുടെ 2ാം പാൽ ഒഴിക്കാം. ഇത് 2 കപ്പ് ഉണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം ചെയ്യാനായിട്ട്. ഒരു 15 മിനിറ്റ് എടുക്കും ഇതിങ്ങനെ ഒന്ന് കുറുക്കി കിട്ടാനായിട്ട്. ഇനി ഏറ്റവും ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് കട്ടി തേങ്ങാപ്പാൽ ഒഴിക്കണം. ഇത് 1 കപ്പാണുള്ളത്. നല്ലോണം മിക്സ് ചെയ്ത് ഇത് തിളയ്ക്കണ്ട, നല്ലോണം ഒന്ന് യോജിച്ച് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റാം. ഇനി ഒരു പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാകുമ്പം കുറച്ച് നട്ട്സ് ഇട്ട് ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് റേസിൻസും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് ആ നെയ്യിലോട്ട് തന്നെ 5-6 ഏലക്ക ചതച്ചതും 1/2 ടീസ്പൂൺ ചുക്ക് പൊടിച്ചതും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് പായസത്തിലോട്ട് ചേർക്കണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ അത്രയേ ഉള്ളൂ, കടലപ്പരിപ്പ് പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.